നിങ്ങൾക്ക് മറ്റുള്ളവരോട് എപ്പോഴെങ്കിലും ദേഷ്യമോ വെറുപ്പോ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരോട് ചിലപ്പോൾ വെറുപ്പ് തോന്നുക സ്വാഭാവികമാണ്. നമ്മളോട് അവർ മോശമായി പെരുമാറിയാൽ അത് വിരോധത്തിനും വഴിവെച്ചേക്കാം. ഇനി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും ചിലപ്പോൾ ആളുകൾ ദേഷ്യപ്പെടുന്നത് കാണാം. വെറുതെ അങ്ങ് ദേഷ്യപ്പെടുക മനുഷ്യ സഹജമാണിതെല്ലാം. പക്ഷേ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, നമുക്കൊരു പ്രയോജനവും തരാത്ത ഈ പ്രക്രിയ നമ്മുടെ വിലപ്പെട്ട സമയം എത്രത്തോളമാണ് കളയുന്നതെന്ന്? അത് നമ്മുടെ മാനസിക സമ്മർദ്ദം കൂട്ടുന്നു, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നു, വെറുപ്പും വിരോധവും നമ്മുടെ മനസ്സിന്റെ താളം തന്നെ തെറ്റിക്കുന്നു. സഹാനുഭൂതിക്കും സഹവർത്തിത്വത്തിനും ആഴത്തിലുള്ള ശത്രുത പോലും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഓർമ്മിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളിൽപ്പെട്ട് മനസ്സ് ചൂടാകാതെ മറ്റുള്ളവരിലെ നന്മയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൽക്കരി ഖനിയിൽ നിരന്തരമായിട്ട് പണിയെടുക്കുന്ന മനുഷ്യര്, സ്വർണ്ണഖനികളിൽ നിരന്തരമായിട്ട് പണിയെടുക്കുന്ന മനുഷ്യര്, അവർ അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന ചെളിയിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കുഴിച്ചെടുക്കുന്നതിൽ കൽക്കരിയുണ്ടോ എന്ന് നോക്കുന്നത് പോലെ, കുഴിച്ചെടുക്കുന്ന സ്വർണ്ണഖനിയിൽ എത്രമാത്രം സ്വർണത്തിന്റെ ഒരു തരിമ്പ്, സ്വർണത്തിന്റെ ഒരു പൊട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ, സ്വർണം നോക്കി നോക്കി കുഴിച്ചിറങ്ങുന്നത് പോലെ നിങ്ങൾ നന്മ നോക്കി ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് എടുത്തു കളയുന്ന ചെളികളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക. നിഷേധാത്മകത കഴിവതും ഒഴിവാക്കുക. അതുകൊണ്ട് വിദ്വേഷത്തിന് വഴിപ്പെടാതെ കരുണയുടെയും ക്ഷമയുടെയും വഴി തിരഞ്ഞു